ഫോഴ്സ്ഫുള്ളി ഒരു ആണ് ഒരു പെൺകുട്ടിയോട് ചെയ്യുന്നതാണ്. പെൺകുട്ടികളുടെ ജീവിതം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പൊതുജനം മന്ദരല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതിയാണോ നടപ്പിലാക്കുന്നത്? എന്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒരു സ്ത്രീക്കും പുരുഷനും നിയമപരിരക്ഷ തുല്യമായിട്ടാണോ കേരളത്തിൽ നൽകുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വിമർശിക്കുന്നതാണ്. ഒരു സ്ത്രീ ഒരു പ്രണയത്തിൻ്റെ കാര്യം എടുത്താലും അതിൽ ഒരു സ്ത്രീയാണ് മരിക്കുന്നതെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെതിരെ പെട്ടെന്ന് കേസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം ഒരു പുരുഷൻ ഒരു ആൺകുട്ടിയാണ് മരിക്കുന്നതെങ്കിൽ അതിനെതിരെ ആ ഒരു പെൺകുട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കേസെടുക്കുന്നില്ല, നിയമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? 100% മാഡം പറഞ്ഞ ശരിയാണ്. ഇപ്പോൾ എനിക്കൊരു ആൺകുട്ടിയാണുള്ളത്. ബേസിക്കലി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പണ്ട് മുതലേ സ്ത്രീകളെ അമ്മയായി കാണണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് കുറേ നാളായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് ഓരോ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പല പല സ്ഥലങ്ങളിലും പീഡനങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതിൽ നിന്നൊക്കെ സ്ത്രീകളെ സംരക്ഷിക്കാനാണ് നിയമമൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ കുറേ പേര് അതിനെ ബാഡ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു 18 വയസ്സിൽ താഴെയുള്ള രണ്ട് പെൺകുട്ടിയും ആൺകുട്ടിയും 18 വയസ്സിൽ താഴെയാണെങ്കിൽ പോലും അവരുടെ സമ്മതത്തോടെ ഒരു സ്ഥലത്ത് പോയാലും ആ കുട്ടിക്കൊരു പീഡനമല്ല, അവർ രണ്ടുപേരും ചേർന്ന് യോജിച്ച് തന്നെ എന്തെങ്കിലും ചെയ്താൽ പോലും അതൊരു പീഡനമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. പീഡനം എന്നേ പറയുന്നത്. അവർ രണ്ടുപേരും മ്യൂച്വൽ കൺസെൻറ്റോടെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും പീഡനമെന്ന് പറഞ്ഞ് ആൺകുട്ടി വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നു, പെൺകുട്ടി ഇതെല്ലാം മറന്ന് വേറൊരു ജീവിതത്തിലോട്ട് പോകുന്നുണ്ട്. കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്യും, ഇല്ലയെന്ന് പറയുന്നില്ല, പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നിയമം രണ്ടുപേർക്കും ഒരുപോലെയല്ല. എനിക്ക് വളർന്നു വരുന്ന ഒരു ആൺകുഞ്ഞാണ്. ഇപ്പോഴും ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണ് നീതികൾ അത്രയും. ആരെങ്കിലും ഒന്ന് മോശമായി സംസാരിച്ചാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നേരെ തിരിച്ച് പെണ്ണുങ്ങൾ ആണുങ്ങളോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്താൽ പോലും അവരുടെ ഭാഗത്ത് തെറ്റാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും പെണ്ണിനെയും ആണിനെയും ഒരുപോലെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ടുപേരും അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ നല്ലതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുരുഷന്മാർക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന അത്രയും പരിഗണന ഒരിക്കലും ഇല്ല. ഒരു സ്ത്രീ ഇപ്പോൾ ഒരു പുരുഷൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ച് തിരിച്ച് ഒരു കുറ്റമെന്ന് പറഞ്ഞാലും പോലീസ് പരിരക്ഷ കൊടുക്കുന്നത്, നിയമം പരിരക്ഷ കൊടുക്കുന്നത് സ്ത്രീക്ക് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും അങ്ങനെയാണ്, രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നത്. അതെ, നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ തന്നെയാണ് വളർത്തുന്നത്. രണ്ടുപേർക്കും ഒരേ ഭക്ഷണമാണ് കൊടുക്കുന്നത്, ഒരേ സേഫ്റ്റിയാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പം ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. നമ്മളെ ടച്ച് ചെയ്യാന്നുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ടച്ച് ചെയ്യുന്നത് മാത്രമല്ല തെറ്റ്, അനുവാദമില്ലാതെ ഒരു ആൺകുട്ടിയെ ടച്ച് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ പരിരക്ഷ, ഇപ്പോൾ ബസ്സിൽ വെച്ചൊരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടി തൊട്ടാൽ ആരെങ്കിലും അതിന് എതിർപ്പ് പറയോ? അവൻ സന്തോഷിക്കണം എന്നേ പറയത്തുള്ളൂ. അതൊന്നും ശരിയല്ല. അതൊക്കെ മാറണം. അത് നമ്മുടെ കാലഘട്ടം, നമ്മുടെ ന്യൂജൻ കുട്ടികളൊക്കെ അത് മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് ബാഡ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ, പെൺകുട്ടികൾ ഒരുപാട് പേര്. ഇപ്പോൾ ഈ കുട്ടി മരിച്ച കേസ് നമുക്കറിയില്ല, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കാര്യങ്ങൾ എന്താണെന്നറിയില്ല. പക്ഷെ ഒരു ആൺകുട്ടി കൊണ്ടുപോയി അതുകൊണ്ട് മാത്രമല്ല ആ കുട്ടി മരിച്ചിരിക്കുന്നത്. കാരണം ഒരു വട്ടം പോയി എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് പീഡനമെന്ന് പറയാം. 4 or 5 വട്ടം പോകുമെന്ന് പറയുമ്പോൾ അതൊരു ഒരിക്കലും ഒരു പീഡനമാവുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ആൺ സുഹൃത്തിന്റെ മേൽ ആ ഒരു കുറ്റം ചുമത്തി വെക്കുക എന്നുള്ള ആ പയ്യന്റെ ജീവിതമല്ലേ പോയത്. ഇപ്പൊ രണ്ടുപേരും മ്യൂച്വൽ കൺസെന്റോടെ പോയിട്ട് പിന്നെ ഒരു കാര്യമുണ്ട്. കുട്ടി മരിച്ചതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സോഷ്യലായിട്ടുള്ള ഇതാണ്. ആൾക്കാർ ആ കുട്ടിയെ വളരെ സോഷ്യൽ സൈറ്റുകൾ കൂടെ അപമാനിച്ചതാണ്. അപ്പം ആ പയ്യനെ മാത്രം ഒരിക്കലും, പിന്നെ പയ്യൻ്റെ സുഹൃത്തുക്കൾ കുറേ ആ കുട്ടിയെ മോശമായി സംസാരിച്ചുള്ള ശരിയാണ്. എന്നാലും എല്ലാ ബ്ലെയിമും ആൺകുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അതെ, തീർച്ചയായും. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം അത് മാഗസീനിലും മീഡിയയിലൊക്കെ വരും. ഒരു ആൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ കൂടിപ്പോയാൽ ഒരു 2 മാസം TV കാണാൻ സാധിക്കും. വീട്ടുകാർക്ക് പരാതി ഇല്ലെങ്കിൽ, ഇപ്പോൾ ഗ്രീഷ്മ ഒരു പയ്യനെ കൊന്നു, അതൊക്കെ നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇനി നമ്മുടെ നിയമം മാറേണ്ടിയിരിക്കുന്നു. ഒരേ പരിരക്ഷ എല്ലാം തുല്യമാണ്, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ വേണം അത് നൽകാൻ വേണ്ടിയിട്ടുള്ളത്. അതല്ല പുരുഷന് പ്രത്യേകമായിട്ട് സ്ത്രീക്ക് പ്രത്യേകമായിട്ടും എന്നല്ലാതെ സ്ത്രീക്ക് ഏത് രീതിയിൽ കൊടുക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് പുരുഷന് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ എല്ലാ രീതിയിലും പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ തന്നെ അതിനേക്കാൾ ഏറെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ പരീക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത്. സ്ത്രീ മാറി നിൽക്കുന്നു, അബലയാണെന്നുള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സ്ട്രോങ് ആണ്, എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ പരിരക്ഷ രണ്ടുപേർക്ക് തുല്യമായി കൊടുക്കണം. ഇനിയുള്ള കാലഘട്ടത്തിൽ പുരുഷന്മാരായിരിക്കും തീർച്ചയായും പെൺകുട്ടികൾ ഗ്രൂപ്പായിട്ട് നിന്ന് ആൺകുട്ടികളെ കളിയാക്കാറുണ്ട്. പക്ഷെ ആരും അതിനെ ചോദ്യം ചെയ്യാൻ പോകാറില്ല. തിരിച്ചാണെങ്കിലോ ഡ്രസ്സിങ്ങിനെ ആയിരുന്നല്ലോ എല്ലാം മാറണം. ഈ ഒരു ഇതിനൊരു മാറ്റം വരണമല്ലേ? അപ്പൊ മാറ്റം വരണം. ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതെല്ലാം നമുക്ക് യാഥാർത്ഥ്യമായിട്ട് ഇല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളുടെയും നമ്മുടെ പിന്നാമ്പുറങ്ങൾ തപ്പി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നതായിരിക്കില്ല ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് പറയാനുള്ളത്. രണ്ട് ഭാഗവും നല്ല രീതിയിൽ അറിഞ്ഞിട്ട് വേണം ഓരോ ശിക്ഷാ നടപടികളിലോട്ട് പോകാൻ. ആൺകുട്ടികളുടെ ജീവിതവും പെൺകുട്ടികളുടെ ജീവിതം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യനീതിയാണോ തുല്യനീതിയാണോ ഇപ്പോഴും നടപ്പിലാക്കുന്നത്? അല്ല ഇപ്പൊ സ്ത്രീകൾക്ക് കുറച്ച് പരിഗണന കൂട്ടി കൊടുക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പൊ ഉണ്ടാവുകയാണെങ്കിൽ പുരുഷന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകും. എന്തോ സംഭവം എന്ന് പോലും അവർ കറക്റ്റായിട്ട് അന്വേഷിക്കാൻ നിൽക്കത്തില്ല. അവർ എന്തുവാ ഇപ്പം തന്നെ ഈ ഒരു റീസെൻ്റ്ലി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ മരണപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ വേറെ കുറേ സംഭവം ഈ വീഡിയോസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. വീട്ടുകാർ ഇതിനെപ്പറ്റിയൊക്കെ കൊച്ചിനെ കുറേ വഴക്കൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് കൊച്ച് ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയുടെ വീട്ടുകാരും പിന്നെ പോലീസൊക്കെ അതിങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ നോക്കിയാണ് ആ പയ്യൻ്റെ ഭാഗത്താണ് തെറ്റ്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാതെയാണ് ആ പയ്യനെ ശരിക്കും അറസ്റ്റ് ചെയ്തത്. ആ പയ്യൻ്റെ ഭാവിയെ പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷെ ഇതിനു മുമ്പ് ഒരു ഗ്രീഷ്മയുടെ കേസ് നടന്ന സമയത്ത്, അതിനു മുമ്പ് ഇയാൾ പറഞ്ഞ ആ കേസ് നടന്ന സമയത്തും അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്നു. പുരുഷന്മാർക്കും അതേപോലെ ഈ സമൂഹത്തിൽ ഒരുപാട് വാല്യൂ ഉള്ളത് തന്നെയാണ്. അപ്പം രണ്ടുപേർക്കും തുല്യ നീതിയാണ് വേണ്ടത്. സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അതും കൃത്യമായിട്ടുള്ള ഒരു നടപടി. പുരുഷന്റെ ഭാഗത്താണ് നീതിയെങ്കിൽ പോലും ആ ഒരു പുരുഷനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനത്തെ സാഹചര്യമല്ലേ ശരിക്കും ഉണ്ടാകുന്നുണ്ട്. റീസെന്റ് കണ്ട 2-3 കേസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. തന്നെയാണ് ശരിക്കും ഈ ഒരു ജെൻഡർ നോക്കിയിട്ട് രണ്ടുപേർക്കും രണ്ട് നീതി നടപ്പിലാക്കുക എന്നുള്ളത് തികച്ചും അസഹനീയമായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ? ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? തീർച്ചയായിട്ടും മാറ്റം വരണം. നീതി എന്നുള്ളത് രണ്ടുപേർക്കും വേണ്ടിയിട്ട് അല്ലേ? പുരുഷന്മാരെ അവര് സ്ത്രീകൾ അബലകൾ എന്ന് പറഞ്ഞാണ് കൂടുതൽ പരിഗണന ഒരു സർക്കാരായാലും നിയമമായാലും കൊടുത്തിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഈ ഒരൊറ്റ കേസ് വെച്ചിട്ടാണ് സ്ത്രീകൾ ഇത്രയും തെറ്റുകൾ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെയും ബാക്കിയുള്ള എല്ലാവരെയും വഷളാക്കുന്ന കുറച്ചുകൂടെ സ്ത്രീകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗവും സത്യത്തിൽ ഇത് ശരിക്കും ഈ ഒരു നിയമത്തെ മിസ്യൂസ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു സ്ത്രീ സമൂഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് നേരെ പുരുഷന്മാരുടെ മണ്ടയിലോട്ട് പോകും. പക്ഷെ ശരിക്കും വേറെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാവരും സ്ത്രീകളെ പെട്ടെന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആ ഒരു പ്രശ്നം പെട്ടെന്ന് പുരുഷന്മാരുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കും. അപ്പൊ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഏത് ഭാഗത്താണ് ശരി അറിഞ്ഞിട്ട് നിയമങ്ങളിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതിയാണ് ഈ സമൂഹത്തിൽ നടപ്പിലാക്കുന്നത്? അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന കൂടുതലും ഫീമെയിൽസിന് പ്രയോറിറ്റി കൊടുത്തുള്ള നിയമങ്ങളാണ്. ഇപ്പം പെണ്ണെന്ത് പോയി ചെന്ന് പറഞ്ഞാലും അതിനെ അവർ സൊസൈറ്റി ആയാലും ആണിൻ്റെ മണ്ടയിലാണ്. ഒരു പെണ്ണ് മരിച്ചെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആണാണ് കാരണം, അവരുടെ ഒരു ഫ്രണ്ടാണ് അല്ലെങ്കിൽ അവർക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാളാണ് എന്ന് പറയുന്ന സൊസൈറ്റിയാണ്. അതുകൊണ്ട് പെണ്ണിനും ആണിനും ഒരേ നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും അത്തരത്തിലുള്ള ഒരു അവിടെ തഴയപ്പെടുന്നത് പുരുഷന്മാരല്ലേ? അവര് അതിനെതിരെ പ്രതികരിക്കാത്തോണ്ടാണോ ഇത്തരത്തിലൊരു സാഹചര്യം മുന്നോട്ട് വരുന്നത്? അതെ, അതുകൊണ്ടാണ്. പക്ഷെ എന്നും പറഞ്ഞ് പെൺകുട്ടികൾ ചെയ്യുന്നതെല്ലാം തെറ്റെന്നല്ല പറയുന്നത്. ഒരുപാട് പേരും ആ നിയമത്തിന് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു നിയമം വരണം. എല്ലാ ബേർഡനും ആൺകുട്ടി അല്ല ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പെണ്ണിന് സംഭവിച്ചാൽ അത് ആൺകുട്ടി മാത്രം കാരണമല്ല, പെൺകുട്ടിക്ക് അവിടെ എന്തെങ്കിലും അവളും സമ്മതിച്ചു കൊടുക്കാതെ ഒന്നും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് അത് പീഡനം എന്നുള്ളൊരു വാക്കിലോട്ട് മാറ്റിയിട്ട് പുരുഷന്മാരുടെ മേൽ അടിച്ചമർത്തുന്നു. പീഡനം എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഒരു പെൺകുട്ടിയോട് ചെയ്യുന്നതാണ്, അല്ലാതെ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത് പീഡനമല്ല. അത് അങ്ങനെയൊക്കെ വരുന്നത് ഒരു ആ ഒരു പുരുഷന്റെ ഭാവി നോക്കാതെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ കൃത്യമായിട്ടും അത് എന്താണെന്ന് നോക്കിക്കാണാതെ അടിച്ചമർത്തുകയല്ലേ ചെയ്യുന്നത് ഇത്തരം കേസുകളിൽ. അതെ അതെ, ഒരു ആണിന്റെ ഒരു വിലയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ
എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ബൊക്കെയാണ് വയ്ക്കുന്നത്. അപ്പം നമ്മളെ ആണുങ്ങൾക്ക് പറയുന്ന ഒരു വാക്കിന് അവിടെ ഒരു വിലയില്ല. അതാണ് സത്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ നിയമങ്ങൾ പോലും ആൺകുട്ടികൾക്കെതിരെ തുല്യ നീതിയും തുല്യ നിയമവും എന്ന് പറയുമ്പോൾ പോലും അവിടെ ആ ഒരു പുരുഷന്മാരെ അടിച്ചമർത്തുന്ന ഒരു രീതിയല്ലേ. തീർച്ചയായിട്ടും ഇപ്പൊ പുരുഷനാണ് ശരി ചെയ്തതെങ്കിലും അത് സ്ത്രീകൾ പറയുന്ന വാക്ക് അത്രേ അവർ കേൾക്കത്തുള്ളൂ. ആണുങ്ങൾ പറയുന്ന വാക്കിനോട് വാല്യൂ ഇല്ല. അതാണ് അവിടെ മെയിൻ വിഷയം. ഇപ്പൊ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ എന്തായിരിക്കും? ഇനി അത് മാറ്റം കൃത്യമായിട്ട് ആ ഒരു അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ആരുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് വേണ്ടേ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരാളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമുള്ള ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി നിയമ നടപടികളെ മാറ്റേണ്ടതിന്റെ ആവശ്യമില്ലേ? എല്ലാവർക്കും തുല്യനീതി എന്നുള്ളത് വേണം ആവശ്യം. ഈ ഒരു സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ നീതിയാണോ നടപ്പാക്കുന്നത്? തോന്നുന്നില്ല. കുറേ സ്ത്രീകൾ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നേരത്തെ ഇഷ്യൂ പറഞ്ഞില്ലേ, അത് എനിക്ക് തോന്നണു പെൺകുട്ടിയുടെ സമ്മതപ്രകാരം ആയിരിക്കുമല്ലോ അവർ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ. എനിക്കതിൽ തെറ്റ് തോന്നുന്നില്ല. അവരുടെ അനുഭവത്തോട് മനഃപൂർവ്വം ആ ഒരു ആൺ സുഹൃത്തിന്റെ പേരിൽ കുറ്റം ചുമത്തി ജയിലിലാക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു നടപടിയാണ്. ഇല്ല, തോന്നുന്നില്ല, ശരിയായതല്ല. അത് ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് അന്വേഷിക്കണം. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല നീതി അന്വേഷിച്ചിട്ട് വേണം ആ ഒരു പുരുഷന്റെ മേൽ നമ്മൾ കുറ്റം ചുമത്താനല്ലേ. അതെ. അല്ലാതെ പെട്ടെന്ന് രണ്ടുപേരിപ്പോ റിലേഷനിലാവുകയാണെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യണം, അത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആൺ സുഹൃത്തിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ളൊരു നടപടി ശരിക്കും അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലേ. കറക്റ്റ് എന്താണോ ഒരാൾക്കൊരു റിലേഷൻ ഉണ്ടെന്ന് കരുതി വേറെ എന്തെങ്കിലും റീസണിലാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ പോലും ആ ഒരു പുരുഷന്റെ മേൽ കുറ്റം ചുമത്തുന്നു. ആ കുട്ടി അത് ബ്രേക്കപ്പിന് ശേഷവും ഫുൾ ആക്റ്റീവ് ആയിരുന്നല്ലോ. പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. എനിക്ക് തോന്നുന്നില്ല പൊതുവെ ഈ ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് നിലനിൽക്കുന്നത്. ഒരു പെൺകുട്ടി മരിച്ചാൽ ഉടനടി തന്നെ ആ കുട്ടിക്ക് ആൺ സുഹൃത്തുണ്ടോ, മുൻപ് റിലേഷനിലായിരുന്നു, അങ്ങനെ നോക്കിയിട്ട് ആ കുടുംബം പോലും ആ ഒരു ആൺ സുഹൃത്തിന്റെ പേര് ചുമത്തി കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ എന്താണ് ഈ ഒരു പുരുഷന്മാരെ ശരിക്കും ഇതിലോട്ട് ഇരകളാക്കുന്നു എന്ന് അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതൊരു ബാക്കി വരുന്നവർക്കാണേലും ഒരു പാഠമാവും. നമ്മൾ പറയും ഒന്നുകൊണ്ട് ആരും പഠിക്കുകയല്ല, പക്ഷെ എന്നാലും ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യും. ഇപ്പം കുറേ സൈബർ ബുള്ളിങ്ങിനൊക്കെ ആണേലും ഒരു ചെറിയൊരു സ്റ്റോപ്പ് ചെറിയ രീതിക്കായാലും ഒരു 2 ദിവസത്തേക്കായാലും വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ആക്ഷൻ എടുത്തു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെയും അതിനെക്കുറിച്ച് അന്വേഷിക്കുക, വേണ്ടത് എടുക്കുക. എന്നാലും അറിയാത്ത കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പം പെട്ടെന്നൊരു ആക്ഷൻ എടുത്തു മീൻസ് അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് ആരുടെ ഭാഗത്താണോ തെറ്റ് അവരുടെ മേൽ കുറ്റം ചുമത്തുന്നതായിരിക്കുമല്ലേ കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ കൃത്യമായിട്ടൊരു നടപടികൾ എടുക്കാതെ പെട്ടെന്ന് കാണുന്ന റിയൽ സെനാരിയോ അറിയത്തില്ല. ഇതിങ്ങനെ കാണുന്നത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അത് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല. മേ ബി ആ ചെറുക്കൻ്റെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. നമുക്കിപ്പം ഒന്നും നമുക്കറിയത്തില്ല. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന മാത്രമേ നമുക്കുള്ള അറിവുള്ളൂ. റിയൽ ലൈഫിൽ എന്താണ് ആ കുട്ടി അനുഭവിച്ചതെന്നോ ചെറുക്കൻ എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ശരിക്കും ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന നിയമപരിരക്ഷ അവർ ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനത്തെ കേസ് കൊണ്ട് കിട്ടാത്തവരും ഉണ്ട്. മീൻസ് നിയമം ഉണ്ടായിട്ടും അതനുസരിച്ച് കിട്ടാത്തവരും. മറ്റേ ഒരു പെൺകുട്ടി എന്തോ ഗർഭിണിയായിട്ട് പ്രസവിപ്പിക്കാൻ പോലും വിടാണ്ട് ഹോസ്പിറ്റൽ വിടാണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ വീട്ടിൽ തന്നെ അങ്ങനത്തെ കേസുകളും ഉണ്ടല്ലോ. ശരിക്കും ആരുടെ ഭാഗത്താണോ ന്യായമുള്ളത് കണ്ടെത്തിയിട്ട് വേണം ഓരോ നിയമങ്ങളും നടപ്പിലാക്കാൻ. സ്ത്രീക്കും പുരുഷനും തുല്യ നീതിയാണോ ഈ സമൂഹത്തിൽ നടപ്പിലാക്കുന്നത്? എന്തുകൊണ്ടാണ് അല്ലെന്ന് പറയുന്നത്? ഞാൻ തന്നെ നമ്മളെ ഒരു പ്രശ്നം നടന്നില്ലേ സോഷ്യൽ മീഡിയയിൽ, അതിപ്പോ കൃത്യമായിട്ട് ആ ഒരു അന്വേഷണം നടത്താതെയാണ് ഇപ്പോൾ ഒരു 2 പേര് റിലേഷനിലായാൽ പോലും അതിലൊരു പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഉടനടി തന്നെ ആ ഒരു ആൺ സുഹൃത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നെ പീഡനം അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ ചുമത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു ആൺകുട്ടിയാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അധികം ആ ഒരു പെൺകുട്ടിയുടെ മേൽ കുറ്റം അധികം ആരോപിക്കാതെ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുന്നത്. പേര് വരെ വെളിപ്പെടുത്തില്ല. ഇപ്പൊ ആണെങ്കിൽ ഓന്റെ കോടതി വരെ പോലീസ് കോടതി ഓനെ കുറ്റക്കാരനെ തെളിയിച്ച്. ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പുരുഷന്മാർക്ക് ഇപ്പോഴും നീതി ഇല്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ ഉള്ളത്. ഇപ്പൊ കേരളത്തിൽ ഇപ്പോ പുരുഷന്മാർക്ക് വലിയ നീതി ഇല്ലാത്ത പോലെ തന്നെ ഉള്ളത്. സ്ത്രീകൾക്ക് മുൻഗണന
പുരുഷന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും സ്ത്രീകളെ ഒരു കുറ്റാരോപിതയാക്കാതെ അവരെ സംരക്ഷിക്കുന്നു. സേഫ് ആക്കുന്ന അതിലുള്ള ഫീലാണ് അങ്ങനെയുള്ളത്. അപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും പുരുഷന്മാരുടെ അവസ്ഥ? ഭയങ്കര വിഷമാണ്. വിഷമാണ്. നാളിപ്പോ നമ്മക്കും ഇതേ അവസ്ഥ വന്നെങ്കിൽ ഇങ്ങനല്ലേ. കൃത്യമായിട്ട് അതിനുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് വേണ്ട ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നീതി നടപ്പാക്കേണ്ടത്. ഇവരിപ്പോ അന്വേഷിക്കുന്നില്ലല്ലോ. ഒരു സ്ത്രീനെ ഒരു പുരുഷനാക്കിയെ പോയി പിടിച്ച് കേസിൽ ഉൾപ്പെടുത്തുന്നല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? വരണം. സ്ത്രീകൾക്കും പുരുഷനും തുല്യ നീതിയാണോ നടപ്പിലാക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം എൻ്റെ നാട്ടിൽ തന്നെ എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ ഒരു കൊച്ചാണെങ്കിൽ എന്തോ പ്രണയം നിരസിച്ചു എന്ന അങ്ങനെ എന്തോ പേരിൽ സൂയിസൈഡ് ചെയ്തു. അപ്പം അതിൻ്റെ എന്തോ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ തന്നെ ആ പെണ്ണിൻ്റെ എന്തോ കാമുകനെ എന്തോ അറസ്റ്റ് ചെയ്യുകയും എന്താണെന്ന് അറിഞ്ഞു. ഒരു 4 മാസം മുന്നെയാണ് ബ്രേക്കപ്പ് ആയെങ്കിലും എന്തോ ഒരു അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടുകാരെ കുഴപ്പമാണെന്നൊക്കെയാണ് എന്തോ പറയുന്നത്. പക്ഷെ അതൊന്നും എന്താണെന്നൊന്നും അന്വേഷിക്കാതെ തന്നെ ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്യുകയും ഒന്നും അന്വേഷിക്കണ്ട. ബോയ് ഫ്രണ്ട് ഉണ്ട്, ശരി, അവനെ അറസ്റ്റ് ചെയ്യണം, അങ്ങനെയാണ് ചെയ്ത. കേസുകളിലും അങ്ങനെ തന്നെയാണ്. 2 വ്യക്തികൾ പ്രണയത്തിലായി പിന്നെ ബ്രേക്കപ്പ് ആയാൽ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പുരുഷനെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം പോകുന്നത്. അതെ. എന്നെ ഇപ്പൊ നെയ്യാറ്റിൻകര എന്നെ ഒരു മിഥുൻ എന്ന് പറയുന്ന ചേട്ടനെ, അതാണെങ്കിൽ സോളിഡായിട്ട് എവിഡൻസ് എങ്കിലും ഉണ്ട്. എന്നിട്ട് ആ പെണ്ണിനെ എന്തോ വലിയ പോലീസുകാരനെ കൊണ്ടുവന്നിട്ട് അവൾക്ക് പഠിപ്പുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, അവൾ നല്ല എന്തോ അവളങ്ങ് പുകഴ്ത്തി അങ്ങ് പറയുകയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്തോ ബോയ്സിന് വേറെ അവൻ ഒരു ബ്രേക്കപ്പ് ആയി, ഒരു പെണ്ണ് മരിച്ചു, അവൻ കൊള്ളൂല്ല, അവൻ കഞ്ചാവ്, അങ്ങനെയൊക്കെയാണ് പറയണത്. ഇപ്പോൾ അതേസമയം ഒരു പെണ്ണാണ് ഇതേപോലെ ചേച്ചി ഒരു ബോയാണ് മരിച്ചെങ്കിൽ അവൾ ചെയ്തതിലൊരു തെറ്റുമില്ല, അവൾ നല്ലതാണ് ചെയ്ത, അങ്ങനെ ചപ്പ് ചവറെന്നൊക്കെ പറയും. അപ്പം തീർച്ചയായിട്ടും ഒരു നീതിയൊന്നുമില്ല. അപ്പോൾ ഒരു നിയമം എന്ന് പറയുന്നത് 2 പേർക്കും തുല്യമായിട്ട് കൊടുക്കേണ്ടതല്ലേ? പുരുഷന്മാർക്ക് ഇവിടെ നീതി നിഷേധിക്കുക എന്നുള്ളത് ഇനി ജീവിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഇല്ലാതാക്കുന്ന പോലെയല്ലേ? സ്ത്രീകൾക്ക് കൂടുതൽ പരിരക്ഷ നൽകുന്നതിലൂടെ അതിൽ അവർ മിസ്യൂസ് ചെയ്യുന്ന പോലെയുള്ള ഒരു നടപടിയൊക്കെ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും പുരുഷന്മാര് എവിഡൻസ് വേണ്ട, ഒരു പെണ്ണിന്റെ വാക്ക്, അതാണ് എന്തോ ഇവിടെ എല്ലാത്തിനും വലുത്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പുരുഷന്മാർ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ നമുക്ക്? തീർച്ചയായിട്ടും. ഇപ്പൊ പോയി ആരെങ്കിലും പോയി പ്രപ്പോസ് ചെയ്ത് എന്നെ ഈ ചേട്ടൻ എന്തോ ചറഞ്ഞ അല്ലെങ്കിൽ അടിക്കാൻ വന്ന അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവള് പറയണത് ഓക്കെ ശരി, അതങ്ങ് വിശ്വസിച്ച് നാട്ടുകാരെ ഏറ്റെടുത്ത് എൻ്റെ ഫോട്ടോ എടുത്ത് എന്നെ അങ്ങ് എയർലി കയറ്റും. അങ്ങനെയാണ് ഇവിടെ നടക്കണത്. അപ്പൊ കൃത്യമായിട്ടും ആരാണോ തെറ്റ് ചെയ്തത് എന്ന് അന്വേഷിച്ചിട്ട് വേണം ആ നിയമ നടപടിയും ഒരു നീതിയും നടപ്പിലാക്കുക അല്ലേ? അതെ, തീർച്ചയായും. അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രം ഒരു പ്രതി ആകുന്ന ഒരു സാഹചര്യമായിരിക്കും. സ്ത്രീകളാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും പുരുഷന്മാർ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന ഒരു രീതിയാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമല്ലേ? പുരുഷന്മാർ ഭയന്ന് ജീവിക്കേണ്ടി വരും. ഒരേ നിയമം സ്ത്രീകൾക്കും പുരുഷനും 2 രീതിയിലെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ ക്യാമറാമാൻ അനിൽ ആനന്ദിനോടൊപ്പം അനുജ പ്രകാശ്.